ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിരുന്നു, പ്രമോഷൻ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് പേരെ കുറിച്ച് ചെയ്യൂ, ഇന്ന ആളെ കുറിച്ച് ചെയ്യൂ എന്നൊക്കെ ഒരുപാട് കമന്റ് വന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആലിസ് ക്രിസ്റ്റി എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ആ വീഡിയോ അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് കുറച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. കാരണം അതിന്റെ അടിയിലൊക്കെ വന്നിട്ട് കുറെ പേര് ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി, ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഒക്കെ ഇപ്പോഴും പഴയ പോലെ തന്നെ പ്രൊമോഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവർ നേരത്തെ ചിലപ്പോൾ സൈൻ ചെയ്ത കോൺട്രാക്റ്റ് ആയിരിക്കാം, എന്തായാലും അവരിപ്പോഴും വെളുക്കാനുള്ള ക്രീമുകളും അതും ഇതും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രൊമോഷനും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ റിയാക്ട് ചെയ്ത വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾ അവരുടെ അടിയിൽ ചെന്നിട്ട് അവര് നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നല്ല ജെന്യൂനാണെന്ന് ഞങ്ങൾക്കറിയാം, നല്ല ഹെൽപ്ഫുൾ ആണ് നിങ്ങളുടെ ടിപ്സ് ഒക്കെ, എന്തിനാ അവരങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അവിടെയും പറയുന്ന പോലത്തെ നമ്മളടിയിൽ വന്നിട്ടും അവരെ കുറിച്ച് കുറെ കുറ്റം പറയുന്നുണ്ട്, അവിടെ പോയിട്ടും പറയുന്നുണ്ട്. അത് ഒരേ ആളുകൾ നമ്മളെടുത്ത് ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആളുകൾ അവിടെ പോയിട്ട് അവരോട് നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ട് ഒക്കെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല തോന്നി. എന്നാലും നമ്മളൊരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയോജനം വന്നാലോ അല്ലേ. എന്തായാലും ആലിസ് ക്രിസ്റ്റിയെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ പ്രത്യേകിച്ച് ചെയ്യണേന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ആലിസ് ക്രിസ്റ്റിയെ കുറിച്ച് ഒരു സമയത്ത് കുറേ വീഡിയോ വന്നിരുന്നു. അവർ ഈ ജോ ലൈൻ നീണ്ടുവരുന്ന ഒരു എക്സസൈസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ആളുകൾ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞു ഇപ്പം അടുത്ത ദിവസം ഞാൻ അവരുടെ ഒരു പ്രൊമോഷൻ ഷോർട്സ് കണ്ടു. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുൻപ് വരെ എൻ്റെ മുഖം മുഴുവൻ ഡാർക്ക് സ്പോട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്, മുഖത്ത് നിറച്ച് കറുത്ത കുത്തുള്ള ഒരു ഫോട്ടോ. ഇപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ എൻ്റെ മുഖം നല്ല ക്ലിയർ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവർ വെറുതെ പറയുകയാണ്, ഇതൊക്കെ ഇവർ വെറുതെ പ്രൊമോഷൻ മാത്രമാണ്, പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവർ എന്തും പറയുകയാണ്, ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു ഇപ്പം ഇങ്ങനെയായി, അല്ലെങ്കിൽ ഒരു മാസം മുൻപ് ഇങ്ങനെയായിരുന്നു, ഈ പ്രൊഡക്റ്റ് ചോദിച്ചപ്പോൾ ഞാൻ നന്നായി എന്നവർ വെറുതെ അങ്ങ് പറഞ്ഞു വിടുകയാണ് എന്ന് നമ്മൾ എത്രയോ വീഡിയോ വെച്ച് ഉദാഹരണം പറഞ്ഞിട്ട് കൂടെ ഇപ്പൊ 2 ദിവസം മുൻപ് പോലും അവര് അതേപോലെ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ മാസമൊക്കെ എൻ്റെ മുഖത്ത് നിറച്ച് ഡാർക്ക് സ്പോട്ടായിരുന്നു, എന്നിട്ട് ഇപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര മാറ്റമുണ്ട്. ഇത് സജസ്റ്റ് ചെയ്ത് റിയ എന്ന് പറയില്ലേ, അതേപോലത്തെ ആരോ സജസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ്. അവരൊരു പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, അവരത് ഉപയോഗിച്ച് അവരുടെ മുഖം വെളുത്തു, ഡാർക്ക് സ്പോട്ടൊക്കെ പോയി, അവരുടെ മുഖം ക്ലിയർ ആയി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ അവരുടെ ഒരു മാസം മുൻപുള്ള വീഡിയോ എടുത്ത് നോക്കിയപ്പോഴും അവരെ മുഖം കണ്ണാടി പോലെ തെളിഞ്ഞിരിക്കുകയാണ്. അവരുടെ മുഖം എന്ന് പറഞ്ഞാൽ അത്രയൊരു ഭംഗിയാണ് കാണാൻ, നല്ല വെളുത്ത് തുടുത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സ്കിന്നൊക്കെ ആയിട്ടാണ് അവരുള്ളത്. അവരുടെ എല്ലാ വീഡിയോയിലും അവരങ്ങനെയാണുള്ളത്. ഒന്നുമില്ലെങ്കിൽ അവരത് ഇവരിപ്പോൾ ഈ പറയുന്ന ഒരു മാസം മുൻപ് എൻ്റെ മുഖം മുഴുവൻ കുത്തായിരുന്നു, പുള്ളിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുൻപ് അവരൊരു പക്ഷേ ഫിൽറ്റർ ഇട്ടായിരിക്കാം ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ വിചാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ ഒരു മാസം മുൻപും അവർ ചെയ്തിട്ടുണ്ട്, എൻ്റെ മുഖം മുഴുവൻ കംപ്ലൈൻ്റ് ആയിരുന്നു, ഞാനിത് തേച്ചപ്പോഴാണ് നന്നായതെന്ന് അവർ മുൻപും വേറെ പ്രോഡക്റ്റുകളെ കുറിച്ച് ഒരു മാസം മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ പക്ക കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആരോ പ്രൊമോഷനെ കുറിച്ച് കാശ് കൊടുക്കുന്നത് കൊണ്ട് അവർ കുറേ ചവറ് കൊണ്ടുവന്നിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്, ഇത് നല്ലതാണെന്ന് കാണിച്ചു തരുന്ന ഒരു സംഭവം. അത്രയേ ഉള്ളൂ അതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ. മറ്റുള്ളവരൊക്കെ കുറച്ചെങ്കിലും അത് മനസ്സിലാക്കരുത് എന്ന് കരുതിയിട്ട് കുറച്ചൊക്കെ വർക്കൗട്ട് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് 10 ദിവസം മുൻപുള്ള വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ യാതൊരു മനസാക്ഷി ഇല്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നുള്ള ഭാവത്തിൽ അങ്ങ് ചെയ്തു വിടുകയാണ്. വേണ്ടവർ വാങ്ങല്ലോ, അല്ലെങ്കിൽ പ്രൊമോഷൻ തന്നവർക്ക് കാശ് വാങ്ങിയില്ലേ, അതിന് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്തു വിടാന്നുള്ള ഭാവത്തിലാണ് അവരിതൊക്കെ ചെയ്തു വിടുന്നതാണ്. ഇത്രയും ഒരു വിഷയം ഇവിടെ നടക്കുമ്പോഴും അവർ അതേ സെയിം സംഭവം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ കുറിച്ചൊന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. ഇവര് സിനിമാ നടി സംയുക്ത വർമ്മയല്ല, സംയുക്ത മേനോൻ. നിങ്ങൾക്കറിയാം, തീവണ്ടി എന്നൊക്കെ പറഞ്ഞ സിനിമയിലെ നായികയായിരുന്നു സംയുക്ത മേനോൻ. അപ്പൊ അവരന്ന് കുറച്ച് തടിച്ച ഒരു സ്ത്രീ ആയിരുന്നു, അവരുടെ മുഖമൊക്കെ കുറച്ച് വണ്ണുള്ളൊരു ടൈപ്പ് ആയിരുന്നു. അപ്പോൾ അവര് ഒരുപാട് സിനിമകളൊക്കെ ആ സമയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കുറച്ചു കാലം കഴിഞ്ഞ് അവരെ ഒരു സിനിമ ഞാൻ കണ്ടു, വൂൾഫ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സിനിമ, ഒരു കൊറോണ ടൈമിലൊരു കഥ, ലോക്ക്ഡൌണിൽ പെട്ടുപോകുന്ന ഒരു കഥ. അപ്പൊ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ അവർക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഒന്നാമത് അവർ മെലിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അവരുടെ മുഖത്തിന്റെ ഷേപ്പൊക്കെ ആകെ മാറിയിട്ടായിരുന്നു. അവർ മറ്റത് കുറച്ചൊരു വട്ട മുഖമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഈ വൂൾഫ് എന്ന് പറഞ്ഞ സിനിമയിൽ അവരെ കാണുമ്പോൾ അവരുടെ താടിയൊക്കെ കുറച്ച് നീണ്ട് നല്ല ഭംഗിയിൽ ഒരു ലവ് ഷേപ്പ്, മുഖത്തിനൊരു ലവ് ഷേപ്പ് വന്നിട്ട് ഒരു ഭംഗി, വേറൊരു രൂപത്തിൽ കുറച്ച് ചുണ്ടൊക്കെ കുറച്ച് തടിച്ചിട്ട് അങ്ങനെയാണ് അവരതിലുണ്ടായിരുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, എന്ത് ഭംഗിയായില്ലേ, മെലിഞ്ഞങ്ങനെ ഭംഗിയാവോ എന്നൊക്കെ. നമുക്ക് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സൗന്ദര്യത്തിന് നമുക്ക് കുറേ മാനദണ്ഡങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വിചാരിച്ചു അവർ നല്ല നന്നായിട്ടുണ്ട് എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട്
അത് ചിന്തിച്ച് നോക്കുമ്പോൾ അവരത് ഫില്ലേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കാം അവരെ താടി നീണ്ടത്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടായിരിക്കാം. അവർ ചുണ്ട് വണ്ണത്തിലിരിക്കുന്നത് അവർ ഫില്ലേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കവിളിന് മാറ്റം വന്ന ഒരു ഫില്ലേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. കാരണം കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ ഇത്തരം ഫില്ലേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസ് കാണാറുണ്ട്. ഇങ്ങനെ കവിളിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് കവിള് വണ്ണം വെപ്പിക്കുന്നു, ചുണ്ട് വണ്ണം വെപ്പിക്കുന്നു, നമ്മളെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റുന്നു. അപ്പോൾ ഈ സംയുക്ത മേനോൻ അങ്ങനെ ചെയ്യണ്ടായി എന്ന് എനിക്ക് തോന്നി. പിന്നെ പല ആളുകളെയും നമ്മളിങ്ങനെ മാറ്റത്തോടുകൂടെ കാണാൻ പറ്റി. അപ്പൊ അങ്ങനെയുള്ള പെട്ടെന്നൊരു മാറ്റം സംഭവിച്ച ആളാണ് ഈ ആലിസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ആള്. ഈ ആലിസ് ക്രിസ്റ്റിയുടെ ഒരു 2-3 വർഷമായി അവർ യൂട്യൂബിൽ, അതിനു മുൻപേ അവർ സീരിയൽ ആർട്ടിസ്റ്റാണ്. അപ്പൊ അവര് ആ സമയത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി ഒരു നാടൻ മുഖമുള്ള ഒരു പെൺകുട്ടിയാണ്. കുറച്ചുകൂടെ വട്ടമുഖം, കുറച്ചുകൂടെ നമ്മളെ മലയാളി ചായയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ചായയായിരുന്നു അവരുടെ. കവിൾ അത്രയൊന്നും ഇല്ലാതെ താടിയൊക്കെ കുറച്ച് റൗണ്ടായിട്ട് അങ്ങനെയുള്ളൊരു പെൺകുട്ടിയായിരുന്നു അവർ. പെട്ടെന്ന് അവരുടെ ചാനലിൽ അവർക്കൊരു മാറ്റം കാണുകയാണ് നമ്മൾ. അവർ മുഖം ഒരു വേറെ ഒരു വിദേശ വനിതയെ പോലെ ഒരു കൊറിയൻ സ്റ്റൈലിലേക്കോ അങ്ങനെ ഒരു മാറിയിട്ടുള്ള, താടിയൊക്കെ ഷേപ്പ് മാറി നീളം കൂടി, പിന്നെ ചുണ്ടൊക്കെ കുറച്ച് വണ്ണത്തില്, കവിളൊക്കെ നല്ല തുടുത്ത് വണ്ണത്തില്, അങ്ങനെയായിട്ട് മാറിയവര്. അപ്പോൾ ധാരാളം കമന്റുകൾ, നിങ്ങൾ എങ്ങനെയാണ് ഇത് എങ്ങനെയാക്കിയത്? അപ്പൊ അവരെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പ്രൊമോഷൻ ചെയ്യുന്നതാണ്. ഈ പ്രൊഡക്റ്റ് വെച്ചാൽ ഇങ്ങനെയാവും, ആ പ്രൊഡക്റ്റ് വെച്ചാൽ ഇങ്ങനെയാവും എന്ന് പ്രൊമോഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കും അല്ലേ, അവർ ഉപയോഗിച്ച് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ഞങ്ങളും ഇതുപോലെ നല്ല സുന്ദരികളായിട്ട് മാറുമല്ലോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരുപാട് കമന്റുകൾ അവർക്ക് വന്നിരുന്നു, എങ്ങനെയാണ് ഇതിങ്ങനെയായത് അങ്ങനെയായത് എന്നുള്ള കമന്റുകൾ ഒരുപാട് വന്നിരുന്നു. ഇപ്പൊ എല്ലാ ആളുകൾക്കൊന്നും ഈ ഫില്ലേഴ്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അറിയണമെന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സർജറി ചെയ്ത് മാറ്റുന്ന നമ്മൾ പണ്ടേ പറയുന്നതാണ് അല്ലേ. പഴയ കാലം നടി ശ്രീദേവിയൊക്കെ എപ്പോഴും സർജറി ചെയ്ത് അവരുടെ ഫേസ് മാറ്റിക്കൊണ്ടേയിരിക്കുന്ന, അവരുടെ കുട്ടിക്കാലത്തെയൊക്കെ സിനിമകൾ കണ്ടറിയാം, അവരുടെ മൂക്കൊക്കെ കുറച്ച് പതിഞ്ഞ് അങ്ങനെയുള്ള ആളായിരുന്നു. പിന്നീട് അവർ കുറെ കാലം കഴിഞ്ഞ് വന്നപ്പോൾ മൂക്കൊക്കെ മെലിഞ്ഞ് നീണ്ട് അവർ വേറെ രൂപത്തിലേക്ക് മാറി. അപ്പൊ അന്നേ നമ്മൾ പറയും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് സിനിമാടിമാരൊക്കെ ഭംഗി വെച്ചേ അങ്ങനെയൊക്കെ പറയും. നയൻതാരയൊക്കെ അങ്ങനെ മാറ്റിയിട്ടുണ്ട്, ഒരുപാട് പേര് അങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഇവര് സ്വാഭാവികമായിട്ട് എല്ലാവരും എങ്ങനെയാണ് മാറിയ ചോദിക്കുമ്പോൾ അവരങ്ങനെ പ്രത്യക്ഷത്തിലൊന്നും മാറ്റം നമുക്ക് തോന്നുകയില്ല, എന്നാൽ നല്ല ഭംഗി വെച്ച് കുറച്ചുകൂടെ മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറി അങ്ങനെയാണ് അവർ ഇരിക്കുന്നത്. അപ്പൊ ഒരുപാട് കമന്റുകൾ അവർക്ക് വരികയും ചെയ്തു. അപ്പോൾ അവര് ഒരു വീഡിയോ ചെയ്തു, എങ്ങനെയാണ് എൻ്റെ മുഖം ഈ ഷേപ്പിലേക്ക് മാറിയത് എന്നുള്ള ഒരു വീഡിയോ ചെയ്തു. ഞാൻ സർജറി ചെയ്തിട്ടല്ല ഇങ്ങനെ മാറിയത് എന്നാണ് അവർ ആ വീഡിയോയിൽ പറയുന്നത്. നമ്മളുടെ മുഖവും അതുപോലെ ആവാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് കുറെ ഫേസ് യോഗ, മസാജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ വീഡിയോയിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ അവരുടെ 2 വിരലുകൾ വെച്ചിട്ട് താടി ഇങ്ങനെ മസാജ് ചെയ്താൽ, താഴേക്ക് മസാജ് ചെയ്താൽ, മേലേക്ക് മസാജ് ചെയ്താൽ അവരെ താടി ഇങ്ങനെ അറ്റങ്ങനെ കൂർത്ത് വന്നതുപോലെ നമ്മുടെ താടിയും കൂർത്ത് വരുന്നതാണ് അവർ പറയുന്നത്. നിങ്ങൾ എപ്പോഴും ചോദിക്കില്ലേ എങ്ങനെയാത് ഇങ്ങനെയായത്? ഞാൻ ഒരു സർജറിയും ചെയ്തിട്ടില്ല, എൻ്റെ താടി ഇങ്ങനെ കൂർത്ത് വന്ന് ഞാൻ മാസങ്ങളോളം വർഷങ്ങളോളം ഇങ്ങനെ എക്സസൈസ് ചെയ്താണ് എൻ്റെ താടി ഇങ്ങനെ കൂർത്ത് വന്നതെന്നാണ് അവർ ആ വീഡിയോയിൽ പറയുന്നത്. അത് കാണുന്ന ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള സർജറികളെ കുറിച്ചോ ഫില്ലേഴ്സിനെ കുറിച്ചോ വിവരമുള്ള ഏതൊരു വ്യക്തിക്കും, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പഴയ പോലെയല്ല, നമ്മൾ യൂട്യൂബിലെല്ലാം കാണാറുണ്ട് അല്ലേ, ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അവർ മുഖത്ത് ഫില്ലേഴ്സ് ഉപയോഗിച്ചിട്ട് അവരുടെ കവിള് വണ്ണം വെപ്പിക്കുകയോ താടി നീളം കൂട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ചുണ്ട് വണ്ണം വെപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും. ഇനിയിപ്പോൾ അവരില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സംശയിക്കും, നമുക്ക് വെറുതെ തോന്നുന്നതായിരിക്കും, അവർ സ്വാഭാവികമായിട്ട് സൗന്ദര്യം വെച്ച് വന്നതായിരിക്കും തോന്നുകയും ചെയ്യും. എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നതെന്നാണ് ചോദിക്കാനുള്ളത്. ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് വർഷങ്ങളോളം നമ്മൾ ഈ താടി ഇങ്ങനെ രാവിലെ മേലേക്ക് ആക്കിയിട്ടും താഴേക്ക് ആക്കിയിട്ടും വലിച്ചിട്ടും നീട്ടിയിട്ടും മാറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ മാറ്റം സംഭവിച്ച് രൂപം സംഭവിച്ച് നമ്മളെ മുഖം വേറെ ഒന്നും ആവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തിനാണ് ആളുകൾ ഇങ്ങനെ പറ്റിച്ച് അവരെയും ഇതുപോലത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സമയം കളയിച്ച് അവരുടെ താടി വലിക്കാനും നീട്ടാനും അവർ നിൽക്കാൻ അവർക്ക് സമയം വേണ്ട? എന്തിനാണ് അവർ സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പൊ അവർ ആ വീഡിയോയിൽ തന്നെ അവർ മസാജ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ ഇടയിൽ അവർ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, അവരെന്തോ ഒരു സംഭവം സീറോ എന്തോ ഒന്ന് കാണിച്ചിട്ട് ഇതങ്ങ് തേച്ചിട്ട് വേണം മസാജ് ചെയ്യാന്നുള്ള ഭാവത്തിൽ അതിലും അവർ പ്രൊമോഷൻ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവര് ഇപ്പോൾ ഒരു കാര്യം നമുക്കിത് അവർ വീഡിയോ ചെയ്യാനുള്ള കാരണം ചിന്തിക്കാം. ഒരു പക്ഷേ ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കുക. ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് വ്യൂസ് കിട്ടും, അപ്പം അവർക്ക് കുറച്ച് കാശുണ്ടാക്കാൻ പറ്റും. അങ്ങനെ ചുമ്മാ ആളുകളെ അങ്ങ് പറ്റിക്കാം എന്നുള്ളതിൽ അവർ ആ വീഡിയോ ചെയ്താണെന്ന് നമുക്ക് വിചാരിക്കും. പിന്നെ നമുക്കൊന്ന് വിചാരിക്കാം
അവർ ഇങ്ങനെ മാറ്റം സംഭവിച്ചു. അത് ഒരു സർജറിയിലൂടെയാണ് മാറ്റം സംഭവിച്ചതെന്ന് അവർക്ക് ജനങ്ങളോട് പറയാൻ എന്തോ ഒരു മടിയുള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞതെന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ അവർ ഇത്രയും കാലം പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും പ്രൊഡക്റ്റ് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടും പിന്നെ അവസാനം നിനക്ക് മുഖമൊക്കെ ഇങ്ങനെയാക്കാൻ വേണ്ടിയിട്ട് സർജറി ചെയ്യേണ്ടി വന്നല്ലോ, അല്ലെങ്കിൽ ഫില്ലേഴ്സ് ഉപയോഗിക്കേണ്ടി വന്നല്ലോ എന്ന് ആളുകൾ പരിഹസിക്കുമോ എന്ന് കരുതിയിട്ടായിരിക്കാം അവർ ആ വീഡിയോ അങ്ങനെ ചെയ്തു. സത്യത്തിൽ അവർ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ വെറുതെ ആ വീഡിയോ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആർക്ക് കണ്ടാലും മനസ്സിലാവും നമ്മുടെ താടിയല്ലൊന്നും അങ്ങനെ രൂപമാറ്റം സംഭവിക്കുന്ന ഒന്നുമല്ല. നമ്മൾ സർജറിയിലൂടെ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ സാധിക്കുമായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ സൗന്ദര്യം വെക്കണം, അല്ലെങ്കിൽ നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മളെ സൗന്ദര്യത്തിനെ കുറിച്ച് കേട്ട് 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 നമുക്ക് ട്രോമ പോലെയായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മൾ കറുത്തിട്ടാണെങ്കിൽ എല്ലാ ആളുകളും നമ്മളോട് അയ്യോ എന്തെങ്ങനെ കറുത്തിരിക്കുന്നത്, മോള് നിറയെ ഇല്ല അല്ലേ, മോള് വെയിലത്തിറങ്ങാറുണ്ടോ, ഇങ്ങനെ നിർദ്ദേശങ്ങൾ തരും. മോള് കുറച്ച് രക്തചന്ദനം അരച്ചിടൂ, മോള് കുറച്ച് മഞ്ഞൾ അരച്ചിടൂ, നമുക്ക് അങ്ങനെ ചെയ്തൂടെ, കടലമാവ് തേച്ചൂടെ, ഇങ്ങനെ നിർദ്ദേശങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ജനങ്ങൾ. നമ്മളെ ഉള്ളിലെ അപകർഷതേനെ വളർത്തി 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 കൊണ്ടുവരും. അല്ലെങ്കിൽ നമ്മളെ മൂക്ക് കുറച്ച് പതിഞ്ഞതാണെങ്കിൽ നിന്റെ മൂക്ക് എന്തൊരു പതിഞ്ഞായിരിക്കണം, എന്തൊരു വൃത്തികേടാന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നമ്മളെ ചുണ്ടിന് ഷേപ്പില്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ നമ്മളെ മുഖത്തിന് ഷേപ്പ് നല്ലല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുക, നമുക്ക് മുടിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. അങ്ങനെ നമ്മളെ മനസ്സിൽ കുത്തിവെച്ച ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കും, അപകർഷതകൾ ഉണ്ടായിരിക്കും. നമ്മൾ കുറേ വലുതായി കഴിഞ്ഞ് നമ്മളെ കയ്യിൽ കാശൊക്കെ ഉണ്ടായി കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് നമ്മളതിൽ മാറ്റം വരുത്തണം. നമ്മളെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്ന, മറ്റുള്ളവർ നമ്മളെ കമൻറ്റ് ചെയ്തിരുന്ന, നമ്മളെ മോശമായ കാര്യങ്ങൾ നമുക്ക് മാറ്റണം തോന്നുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ താടി അല്ലെങ്കിൽ നമ്മളെ മൂക്ക് പരന്നാണ് ഇരിക്കുന്നത്, നമുക്കത് സർജറി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് സാഹചര്യം വരുന്ന സമയത്ത് നമ്മളത് ചെയ്യുന്നതിൽ ഒരു തെറ്റ് പറയാൻ പറ്റില്ല. നമ്മളെ ഒരുപാട് കാലം വിഷമിപ്പിച്ചൊരു കാര്യം മാറ്റണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുന്നു, അതിലിപ്പോൾ എന്താണ് ഒരു തെറ്റ് പറയാനുള്ളത്? പിന്നെ അതിനെന്തിനാണ് ഇവരിത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി മടിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സിനിമാ നടികളൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നൊക്കെ നമ്മൾ കുട്ടിക്കാലം കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ആലിസ് ക്രിസ്റ്റി ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തോന്നോ അല്ലെങ്കിൽ ഫില്ലേഴ്സ് ഉപയോഗിച്ചോന്നോ അവരൊരു പൊതുമധ്യത്തിൽ വന്ന് പറഞ്ഞാൽ ആളുകൾ അവരെ പരിഹസിക്കുമോ അല്ലെങ്കിൽ കളിയാക്കോ? ഒന്നുമില്ല. അതൊക്കെ എല്ലാവരും സ്വാഭാവികമായിട്ട് ചെയ്യുന്നതല്ലേ എന്നേ ആളുകൾ പ്രതികരിക്കുള്ളൂ. പിന്നെ എന്തിനായിരിക്കും ഇവർ നമ്മളോട് ഈ കള്ളം പറഞ്ഞിട്ടുണ്ടാവുക, ഈ പ്രേക്ഷകരോട് ഈ കള്ളം പറഞ്ഞിട്ടുണ്ടാവുക? ഇപ്പൊ നമുക്ക് അഭിരാമീനെ അറിയാം, അമൃതി അഭിരാമി. അതില് അഭിരാമിയുടെ ചുണ്ട്, താഴത്തെ ചുണ്ട് കുറച്ച് നീണ്ടിട്ടാണ്, മേളത്തെ ചുണ്ട് കുറച്ച് പതിഞ്ഞിട്ടാണ്. അപ്പൊ ആ കുട്ടി എപ്പോഴും ഫില്ലേഴ്സ് ഉപയോഗിക്കാറുണ്ട്. മേളത്തെ ചുണ്ട് ഫില്ലേഴ്സ് ഉപയോഗിച്ചിട്ട്, ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്ന, നമ്മൾ ചുണ്ടൊക്കെ വണ്ണം വെപ്പിച്ച് അല്ലെങ്കിൽ ഫില്ല് ചെയ്തിട്ട് വണ്ണം വെപ്പിക്കുന്ന ഒരു സംഭവമാണത്. ധാരാളം വീഡിയോസൊക്കെ യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രശസ്തരൊക്കെ അത് കാണിക്കാറുണ്ട്, ഞാൻ ഇത് ഫില്ലേഴ്സ് ഉപയോഗിച്ചു, ഞാൻ ഇന്ന ക്ലിനിക്കിൽ പോയിട്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. അഭിരാമിയൊക്കെ കാണിക്കാറുണ്ട്, എൻ്റെ മേലത്തെ ചുണ്ട് വളരെ പതിഞ്ഞിട്ടാണ്, അപ്പം ഞാൻ ഫില്ലേഴ്സ് ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടു. അതേപോലെ തന്നെ നമ്മളെ ഉർഫി ജാവേദ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവര് മുഖത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് അവർക്ക് അത് റിയാക്ഷനായിട്ട് മുഖമാകെ വൃത്തികേടായിട്ടുള്ള വീഡിയോ ഒക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ആ ഫില്ലേഴ്സ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഐശ്വര്യായി ആയിട്ട് ജനിച്ചു വന്നിട്ട് നമ്മളെല്ലാവരും സുന്ദരികളും സുന്ദരന്മാരും അല്ലെങ്കിൽ നമ്മളെ കെയറിങ് കൊണ്ട് നമ്മളങ്ങ് അങ്ങനെയൊന്നും അല്ലാന്ന് നമുക്കൊക്കെ അറിയാം. ഇവരൊക്കെ കുറേയൊക്കെ ശ്രദ്ധിച്ചിട്ട് അവരെന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ ചെയ്തിട്ട് ഇതിന് മാറ്റം വരുത്തുന്നതാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. അതിൽ ഒരു അപാകതയും ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് പുറത്ത് പറയുന്നതിന് പോലും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്കറിയാം ദുൽഖർ സൽമാന്റെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഈ ദുൽഖർ സൽമാനൻ ആണതെന്ന് പോലും നമുക്ക് തോന്നില്ല. മൂക്കൊക്കെ വേറൊരു മൂക്കാണ്. അവരൊക്കെ സർജറി ചെയ്തിട്ടാണ് ഇപ്പോഴുള്ള രൂപത്തിക്ക് വന്നത്. അത് നമ്മളൊക്കെ സാധാരണ പോലെ പറയുന്ന കാര്യമാണ്. അല്ലാതെ അവര് ഞാൻ സർജറി ചെയ്തിട്ടില്ല, ഞാൻ രാവിലെ മുതൽ വിരലുകൊണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടിയാണ് എൻ്റെ മൂക്ക് ഇങ്ങനെ നീണ്ടിട്ടായതെന്നൊന്നും അവർ പറയാൻ വരുന്നില്ല. കാരണം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് എന്തിനാണ് ഇത്ര തുറന്നു പറയാൻ ഇത്ര മടി? അല്ലെങ്കിൽ എന്തിനാണ് ഈ നട്ടാകുരുക്കാത്ത നുണ വന്നിട്ട് നമ്മളോട് പറയുന്നത് ഞാനിങ്ങനെ താടി മസാജ് ചെയ്തപ്പോഴാണ് എൻ്റെ ജോലൈൻ ഇങ്ങനെ നീണ്ടു വന്നത് എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ പ്രൊമോഷൻ, അത് അവർ കാശ് വാങ്ങിയിട്ട് പ്രൊമോഷൻ നടത്തും, അത് ഓക്കെ. പക്ഷേ ഈ ജോലൈൻ്റെ കാര്യത്തിൽ അവർ എന്തിനാണ് ഇത് വന്നിട്ട് ഇത്രയും വലിയൊരു നുണ പറഞ്ഞതെന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. എനിക്ക് മനസ്സിലായില്ല, എനിക്ക് അതിന് ഉത്തരം പോലും കിട്ടിയില്ല. അതിൻ്റെ അടിയിൽ അത് മനസ്സിലായിട്ടുള്ള ധാരാളം പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ നുണ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതൊന്നും ബാധിച്ചിട്ടില്ല. കാരണം അവരൊന്നിനു പോലും മറുപടി കൊടുത്തിട്ടുമില്ല. അത് അവർക്കൊരു വിഷയമേ അല്ല എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ നമ്മൾ വെറുതെ ഇവരൊക്കെ ഫോളോ ചെയ്തിട്ട് ഇവർ തേക്കുന്നത് തേച്ചാൽ വെളുക്കും, അവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് തേച്ചാൽ വെളുക്കും. ഇപ്പോൾ ഞാൻ ഗ്ലൂട്ടാത്തിയോണിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കമൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ അതിനെതിരായിട്ട് കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഗ്ലൂട്ടാത്തിയോൺ അങ്ങോട്ട് ഉപയോഗിച്ചാൽ നിങ്ങളെ കിഡ്നി ഒന്നും അടിച്ചു പോവില്ല, നിങ്ങൾ എന്തിനാണ് ഇതിങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്തിനാണ് ഈ ആളുകളെ പറ്റിക്കുന്നത് എന്നുള്ളതാണ്. വെറുതെ ഈ പ്രൊമോഷൻ, നമുക്ക് കുറച്ച് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പ്രൊമോഷൻ ചെയ്യുക. നമ്മൾ യൂട്യൂബ് ചെയ്താൽ പോലും നമുക്ക്
വരുമാനമുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തൊഴിലുണ്ട്. പിന്നെ അതിൽ മറ്റുള്ളവരെ പറ്റിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും കൂടെ കാശുണ്ടാക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇവരുടെ ഈ നീണ്ടു വരുന്ന താടിയല് അതൊക്കെ വെറുതെയാണെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. അവരത് കൃത്യമായിട്ട് ഫില്ലേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് മഹിമാ നമ്പ്യാരെ അറിയാം അല്ലേ, അവരുടെ പഴയ രൂപം, അവർ പണ്ട് സിനിമയിൽ വന്നപ്പോഴുള്ള രൂപമല്ല ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം. നയൻതാരേനെ നമുക്കറിയാം, നയൻതാരയുടെയൊക്കെ താടിയൊക്കെ സർജറി ചെയ്ത പാട് പോലും നമ്മൾ ചില സിനിമകളിൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത്. അവർ ഈ പറയുന്ന പോലെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ഇങ്ങനെ വർഷങ്ങളോളം മസാജ് ചെയ്താൽ നമ്മളൊരു മുഖത്തിൻ്റെ രൂപം മാറി വരിക ഒന്നുമില്ല. നമ്മുടെ ശരീരത്തിൻ്റെ രൂപം, നമ്മുടെ മുഖത്തിൻ്റെ രൂപം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് നമ്മളെ ഘടനയാണ്, നമ്മളെ എല്ലുകളുടെ ഘടന, അതൊക്കെ ഉള്ളതാണ്. പിന്നെ അതിന് വലിയ മസാജ് ചെയ്താൽ മാറ്റങ്ങൾ വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഫേസ് യോഗ ചെയ്താലൊക്കെ മാറ്റങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നില്ല, ഉള്ളത് തന്നെയാണ്. പക്ഷേ ഈ ആലിസ് ക്രിസ്റ്റി എന്ന് പറയുന്ന വ്യക്തിയുടെ താടി ഇങ്ങനെ നീണ്ടു വന്നത് ഇവരിങ്ങനെ നീട്ടി വലിച്ച് 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 മസാജ് ചെയ്തപ്പോഴല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ അവരത്ര കൃത്യമായിട്ട് വന്ന് പറയട്ടെ ഞാൻ മസാജ് ചെയ്ത തന്നെയാണിത്, അങ്ങനെയല്ല. അവർ പെട്ടെന്നൊരു ദിവസം അവരെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാം, അവർ ആദ്യകാലത്തൊക്കെ വട്ടത്തിലിരുന്ന മുഖമാണ്. പിന്നെ പെട്ടെന്നൊരു ദിവസം അവരെ മുഖം നീണ്ടു വന്നു വെച്ചാൽ അത് ഒരു വർഷങ്ങളോളം ഇരുന്ന് മസാജ് ചെയ്തിട്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്തായാലും ഇത്തരം പറ്റിപ്പൊത്തൊക്കെ നടത്തിയിട്ട് ചുമ്മാ കാശുണ്ടാക്കിയിട്ട് എന്ത് കാര്യം എന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.